കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ 118ാമത് ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധന്റെ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾക്ക് കോട്ടയും കാവലുമായിരിക്കട്ടെ എന്ന് നമ്മൾക്ക് ആഗ്രഹിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ മഹാമാരി കാലത്ത് ലോകം മുഴുവൻ പ്രയാസപ്പെട്ട് കയ്പുനീരിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധന്മാരുടെ ഓർമ്മ നമുക്ക് ജീവനും ജീവസ്സും ഓജസ്സും നൽകുന്നതാണ്. സുഖസൗകര്യങ്ങളുണ്ടായിട്ടും സുഖത്തേക്ക് മാറ്റിവെച്ച് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി പ്രയാസലോകങ്ങൾക്കപ്പുറമുള്ള സുഗന്ധ ജീവിതത്തെ തേടിപ്പോയവരാണ് പരിശുദ്ധൻ. അതുകൊണ്ട് ഈ ലോകത്തിന്റെ സുഖം അനുഭവിക്കുവാൻ പ്രയാസപ്പെടുന്നവരുടെ മുമ്പിൽ സ്വർഗീയമായ പരിമളവാസന വിതറുന്ന പരിശുദ്ധന്മാരുടെ ഓർമ്മ അനുഗ്രഹകരമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു പാട്ട് പാടാം. മാറായി മധുരമാക്കി തീർക്കുമവൻ, പാറേ പിളർന്നതാകും പോകുമവൻ. മാറായി മധുരമാക്കി തീർക്കുമവൻ, പാറേ പിളർന്നതാകും പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാര ദൂതരെന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാര ദൂതരെന്നെ കടന്നുപോയി. ഒരു പ്രത്യാശഗീതം. മാറയുടെ അനുഭവത്തെ നീക്കി പാറയെ പിളർന്ന് ദാഹജലം നൽകുന്ന ദൈവം കൂടിയുള്ളപ്പോൾ എൻ്റെ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി എന്ന പാട്ടുകാരൻ പാടി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ 118ാമത് ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ച് ഇതൊരു സുദിനമാണ്. മരുഭൂമിയിലെ നീറോവ എന്ന് അറിയപ്പെടുന്ന ഈ ദേവാലയം പരിശുദ്ധ പരിമള തിരുമേനിയുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ ദേവാലയം ഇന്ന് ഈ ദേശത്ത് പല ആഗ്രഹങ്ങളും പല ആവശ്യങ്ങളുമായി കടന്നു വന്നു. അവർക്ക് ആശ്വാസ കേന്ദ്രമാണ്, അനുഗ്രഹത്തിന്റെ ഉറവയാണ്, മധുരമൊഴുകുന്ന വെള്ളത്തിന്റെ മധുരമുള്ള മാറായുടെ അനുഭവം. ഇന്ന് അനേകം ആളുകൾ പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുകയാണ്, സഭാവിശ്വാസികൾ മാത്രമല്ല. എന്തുകൊണ്ടാണ്? നമ്മൾക്കറിയാം, പകലിനായി നമ്മൾ കാത്തിരിക്കും, രാത്രിയിൽ നമ്മൾക്ക് മറ്റ് ലൈറ്റുകളുടെ മറ്റ് വെളിച്ചങ്ങളുടെ ആവശ്യമുണ്ട്. എന്നാൽ പകൽ മറ്റ് വെളിച്ചങ്ങളുടെ ആവശ്യമില്ല. സൂര്യന്റെ വെളിച്ചത്തിൽ എല്ലാവർക്കും അവരുടേതായ ജോലികൾ ചെയ്യുവാൻ സാധിക്കും. ആത്മീയ തേജസ്സായി മാറിയ പരിശുദ്ധന്റെ കബറിടത്തിലേക്ക്, പരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ പകൽ പോലെ ആശ്വാസം ലഭിക്കുന്ന, അനുഗ്രഹം ലഭിക്കുന്ന ഒന്നായതുകൊണ്ടാണ് പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്നത്. നമ്മൾക്കറിയാം, ഒരു ശതാബ്ദക്കാലം മുമ്പ് പമ്പായുടെ കൈവഴികളിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചുദ്വീപ്, പരിമല ദ്വീപ്, പ്രത്യേകിച്ച് പന്നിയൂർ കാവിന്റെ സാന്നിധ്യത്തിൽ അവിടെ ഭൂതപ്രേത പിശാചുക്കളുടെ സാന്നിധ്യമുണ്ടായി
ഭീകരമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് പരിശുദ്ധനായ പരിമല തിരുമേനി മെത്രാൻ സ്ഥാനലബ്ധിക്ക് ശേഷം നിരണം മെത്രാസ്ഥാനത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്റെ ആസ്ഥാനം പരിമലയായിരിക്കണമെന്ന് നയിച്ച് ആ പരിപരുത്ത ഭൂതപ്രേത വിശ്വാസികളുടെ കേളിരംഗമായ സ്ഥലത്തേക്ക് കടന്നു. യാതൊന്നിനെയും ഭയക്കാതെ, ലോകത്തിൻ്റെതായ ഒരു ശക്തികളെയും ഭയക്കാതെ ദൈവത്തെ കൂട്ടുപിടിച്ച, ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്ന പരിമല തിരുമേനി ആ പേടിരംഗമായ സ്ഥലത്തേക്ക് കടന്നിരുന്നപ്പോൾ അവിടെ പരിമളം വീശുന്ന കുസുമ സമാനമായ ദേശന്മാർ. പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പരിമല തിരുമേനി പരിശോധിക്കുമ്പോൾ ചെറുപ്പത്തിലെ ദൈവവിശ്വാസികൾ 1848 ജൂൺ 15-ാം തീയതി മുളന്തുരുത്തിയിലെ ചാത്തുരുത്തി ഭവനത്തിൽ ജനിച്ചത്. കൊച്ചൈപ്പേര എന്ന പേരുണ്ടായിരുന്ന ഈ പരിശുദ്ധൻ പിന്നീട് മാർ ഗ്രിഗോറിയോസായി, മെത്രാപ്പോലീത്തയായി, പിന്നീട് സഭയുടെ പ്രഥമ പരിശുദ്ധനായി മാറ്റപ്പെട്ടപ്പോൾ പരിശുദ്ധ തിരുമേനിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രാർത്ഥനാ ജീവിതമാണ്. 7 നേരം പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്ത പരിശുദ്ധനായ പരിമലത്തിൽ ദൈവത്തെ ഹൃദയത്തിൽ വഹിച്ച പരിമലത്തിൽ ആ ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തിൽ, ആ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഒരു ദേശം മുഴുവൻ ഇരുട്ട് മാറി അന്ധകാരം മാറി പരിമളമായി തീരുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം മുഴുവൻ പരിപരുത്ത പന്നൂർക്കാവിന്റെ അനുഭവത്തിലൂടെ കടന്നുപോകും. വളരെ ഭയവിഹ്വലരായ, ഭയചികിതരായ, കയ്പുനീരിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഇന്ന് ലോകം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ജനതതി മുഴുവൻ കയ്പുനീരിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു നമ്മൾ കാണും. ഇസ്രായേൽ ജനത്തെ മോശയും അഹ്റോനും കൂടെ ചേർന്ന് ദൈവ നിയോഗത്താൽ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരിക. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന ജനം മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ, ശൂർ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ 3 ദിവസമായി അവർക്ക് കുടിക്കുവാൻ വെള്ളം. അവരെ പിറുപിറുക്കിയാണ്, തങ്ങളെ എന്തിനാണ് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്നത്? ഞങ്ങളെ അവിടെ ജോലി ചെയ്യാൻ വിട്ടുകൂടായിരുന്നു. വെള്ളം കുടിച്ചെങ്കിലും മരിക്കാമായിരുന്നല്ലോ. പാലം തേനപ്പെടുക്കുന്ന കനാൻ നാട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ വെള്ളം പോലുമില്ലാതെ ഞങ്ങൾ നടത്തുന്നത് എന്തിന് എന്ന് ചോദിച്ച് മോശയ്ക്കെതിരായി, ദൈവത്തിനെതിരായി പിറുപിറുക്കി. അങ്ങനെ ശൂർ മരുഭൂമിയിലൂടെ അവർ പിറുപിറുത്തുകൊണ്ട് നടക്കുമ്പോൾ കുറച്ചകലെയായിട്ട് ഒരു നീരുറവ കാണുന്നു. മാറ എന്ന സ്ഥലത്താണത് കാണുന്നത്. മാറ എന്ന സ്ഥലത്ത് നീരുറവ കണ്ടപ്പോൾ 6 ലക്ഷം പേരടങ്ങുന്ന പുരുഷൻ, അവരെക്കാൾ ഇരട്ടി കാണും സ്ത്രീകളും കുഞ്ഞുങ്ങളും. അവർ ഓടി ആ നീരുറവയ്ക്കടുക്കിലേക്ക് ചെന്നു. അവരെല്ലാം വാർത്തയോടെ ആ വെള്ളം വാരി കോരിക്കുടിക്കുകയും അവരുടെ കയ്യിലുള്ള പാത്രം കൊണ്ടും കൈകൾ കൊണ്ടും ഒക്കെ അവർ കോരിക്കുടിക്കും. പക്ഷെ കുടിക്കുന്നവരൊക്കെ അന്നേരം തന്നെ ഓക്കാനിക്കുന്നു, ചിലരൊക്കെ ഛർദ്ദിക്കുന്നു, ചിലരൊക്കെ തളർന്നു വീഴും. കയ്പ്, വളരെ വലിയ കയ്പ് രുചിയാണ് വെള്ളത്തിലുണ്ടായത്. ആ കയ്പ് സഹിച്ചിട്ടും ചിലർ കുടിച്ചു, അവർ തളർന്നു വീഴും. ഭാഗപ്രയാസമായി, വലിയ കോലാഹലമായി, പിറുപിറുപ്പായി, നിരാശയായി 6 ലക്ഷം പുരുഷന്മാരും മറ്റ് സ്ത്രീകളും ജനങ്ങളും നിരാശപ്പെട്ട് നിലവിളിക്കും. എന്നാൽ ആ കൂട്ടത്തിൽ അവരെ നയിച്ച മോശ എന്ന മനുഷ്യൻ ദൂരേക്ക് മാറി മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് മാറി കൊണ്ടുപോത്തി നിന്ന് തന്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ നോക്കി, യഹോവയായ ദൈവമേ, എന്താണ്
സംഭവിക്കുന്നത്? അങ്ങ് പറഞ്ഞിട്ടാണല്ലോ ഈ ജനതയെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവർക്ക് വെള്ളം കിട്ടാതെ വലഞ്ഞപ്പോൾ വെള്ളം കണ്ടു. പക്ഷേ അവർ കുടിക്കുന്നവരെല്ലാം ഛർദ്ദിക്കുകയാണ്, തളർന്നു വീഴുകയാണ്, കുഴഞ്ഞു വീഴുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ പാപങ്ങളോട് ക്ഷമിക്കണമേ, ഈ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് തന്റെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, 6 ലക്ഷം പേരും അതിലധികം ആളുകളും പിറുപിറുത്തുകൊണ്ട് നിരാശപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ മാത്രം ദൂരേക്ക് മാറി മുട്ടുകുത്തി സ്വർഗത്തേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വെളിപ്പെട്ടു. അവനോട് പറയുകയാണ്, അതാ ആ നീറുവിന്റെ അരികെ തന്നെ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി അതിലേക്ക് ഇട്ടാൽ മതി, അത് കുടിക്കുവാൻ യോഗ്യമായി. മോശ എഴുന്നേറ്റ് എന്നിട്ട് പറയുന്ന ജനത്തോട് പറഞ്ഞു, ആ മരത്തിന്റെ കൊമ്പ് വെട്ടിയിരുന്നു. അവർക്ക് ആദ്യം വിശ്വാസമായി. എങ്കിലും മോശ പറഞ്ഞതനുസരിച്ച് ആരോ ഒരാൾ ആ മരത്തിന്റെ ഒരു കൊമ്പ് പറിച്ച് വെള്ളത്തിലേക്ക്. അതിനുശേഷം മോശ തന്നെ ആ വെള്ളം കോരി കുടിച്ചെന്നിട്ട് പറഞ്ഞു, മധുരം കൊണ്ട് നിങ്ങൾ കുടിച്ചു. അവർക്ക് വിശ്വാസമായി. എങ്കിലും മോശ കുടിച്ച് കാണിച്ചു. അപ്പോൾ അവർ ആ വെള്ളം കോരി കുടിക്കുകയും കോരി കുടിച്ചവരൊക്കെ വീണ്ടും 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 കോരി കുടിച്ചു. കാരണം നേരത്തെ കണ്ട കയ്പ് നിറഞ്ഞ വെള്ളമല്ല, കയ്പേറിയ വെള്ളമല്ല. അവിടെ സംഭവിച്ചു വളരെ തെന്നിനേക്കാളും മധുരമുള്ള ജലമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അവർ ധാരാളമായി കോരി കുടിച്ചു, ധാരാളമായി അവരുടെ പൂജകൾ നിറച്ചു, അവരുടെ പാത്രങ്ങൾ നിറച്ചു. മനുഷ്യ ജീവിതത്തിൽ നാം എല്ലാം മാറായുടെ അനുഭവത്തിലൂടെ, കൈപ്പതിന്റെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് കൊറോണ വൈറസിനാൽ വളരെയധികം ആളുകൾ നിരാശപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, കുടുംബ ജീവിതം നഷ്ടപ്പെട്ടു, തങ്ങളുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു, ഭാര്യയെ നഷ്ടപ്പെട്ടു, ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, വീട് പണിയുവാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ പോയി നിരാശയില്ല, കടഭാരത്താൽ വലയുന്നു, ബിസിനസ് നഷ്ടത്തിലാണ്, ജോലിക്കാരെ പിരിച്ചുവിടേണ്ടതായിട്ട്. ഇങ്ങനെ ധാരാളമുള്ള കൊറോണ ബാധിച്ചിട്ടുള്ള ധാരാളം പ്രയാസങ്ങളിലൂടെ, നിരാശയിലൂടെ കടന്നു പോകുന്ന ഈ ലോകത്ത് പ്രിയമുള്ളവരെ, മോശയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉണ്ട്, പരിശുദ്ധനായ പരിമലത്തിരുമേനിയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉണ്ട്, മാറി നിന്ന് മുട്ടുകുത്തി ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതാനുഭവത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടിയാണ്, കാൽവരിയിൽ കരയുന്നവന് വേണ്ടിയാണ്, വേദനിക്കുന്നവന് വേണ്ടിയാണ്, നിരാശപ്പെടുന്നവന് വേണ്ടിയാണ്. ആ പാറയുടെ സമീപത്തുണ്ടായിരുന്ന വൃക്ഷം മുറിവേറ്റതുപോലെ കാൽവരിയിൽ യേശു തമ്പുരാൻ മുറിവേറ്റത് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് രൂത്തിന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു സ്ത്രീ വളരെ പ്രയാസത്തോടെ, വളരെ വിഷമത്തോടെ പ്രകാരം പറയുന്നു, എന്നെ നവോമി എന്ന് വിളിക്കേണ്ട, എന്നെ മാറായി വിളിക്കും. നവോമി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. എന്നാൽ മാറാ എന്ന വാക്കിന്റെ അർത്ഥം കയ്പ് എന്നാണ്. സന്തോഷം എന്ന വാക്കിനുടമയായ നവോമി പറയുകയാണ്, എന്നെ സന്തോഷവതി എന്ന് വിളിക്കേണ്ട, എന്നെ മാറാ എന്ന് വിളിക്കുകയും, എന്നെ പ്ലസന്റ് എന്ന് വിളിക്കേണ്ട, എന്നെ ബിറ്റർ എന്ന് വിളിക്കുകയും. എന്തുകൊണ്ടാണ് നവോമി അത് പറയുന്നത്? ബേത്ലഹേമിൽ ജീവിച്ചിരുന്ന നവോമി അവിടെ തന്നെയുള്ള ഒരു യഹൂദനായ എലീമേലെക്കിനെ വിവാഹം കഴിക്കും. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷേ ബേത്ലഹേം ആ ദേശത്ത് ക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ 2 മക്കളും കൂടി മോവാബ് ദേശത്തേക്ക് പലായനം ചെയ്തു. മോവാബ് ദേശത്ത് നിന്ന് അവരുടെ ആൺമക്കൾ 2 മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിച്ചു. അവരെങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അതിനിടയിൽ അവരുടെ പിതാവ് എലീമേലേക്ക് മരിച്ചു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് 10 വർഷത്തോളം കഴിഞ്ഞപ്പോ 2 ആൺമക്കളും മരിച്ചു. പിന്നെ നവോമിയുടെ മരുമക്കളായ ഓഫിയും യോത്തുമയും. നവോമി വളരെ ദുഃഖത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. നവോമി മരുമക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ, ഇനി
ജീവിക്കുന്നതിന്, നമ്മളിങ്ങനെ ജീവിക്കുന്നതിന് അർത്ഥം നിങ്ങൾ ചെറുപ്രായമാണല്ലോ, നിങ്ങൾ പോയി നിങ്ങളുടെ വീട്ടിലേക്ക് പോയി വീണ്ടും വിവാഹം കഴിച്ച് ജീവിച്ചുകൊള്ളുവീരെന്ന് അവരോട് പറയുന്നു. ഈ നവോമി എന്ന അമ്മായിയോടുള്ള സ്നേഹം നിമിത്തം അവരെ കെട്ടിപ്പിടിച്ച് കരയാണ്, ഞങ്ങൾ പോകുന്നില്ല. പക്ഷെ നവോമി പറയുന്നു, എനിക്കിനിയും ഗർഭത്തിൽ നിന്ന് മക്കളെ ഒഴിവാക്കുവാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരുവാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ ജീവിതവും എനിക്ക് പ്രായമായി എന്നെ വിട്ടു പോയിക്കൊള്ളൂ, നിങ്ങൾ വീട്ടിൽ പോയിക്കൊള്ളൂ. ഓർപ്പ പോയി ആ വാക്കിട്ട് രൂത്ത് പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ വരും, ഞാൻ നിന്നോടുകൂടെ ജീവിക്കും, നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ജനം എന്റെ ജനം എന്ന് പറഞ്ഞ് അങ്ങനെ രൂത്തും നവോമിയും കൂടെ തിരിച്ച് ഈ നവോമിയുടെ ജന്മനാടായ ബേത്ലഹേമിലേക്ക് എത്തിച്ചേരും. ബേത്ലഹേമിലേക്ക് നവോമി എത്തിച്ചേരുമ്പോ അവിടെ പരിചയമുള്ള എല്ലാവരും ഓടിക്കൂടി അവളോട് പറയുന്നു, ഇത് നവോമിയല്ലേ, നീ എന്താണ് തിരിച്ചു വരുന്നത്? അപ്പൊ നവോമി പറയുകയാണ്, എന്നെ നവോമി, എന്റെ സന്തോഷവതി എന്ന് വിളിക്കണ്ട, എന്നെ മാറാ എന്ന് വിളിക്കുവിൻ. എന്റെ ജീവിതം കയ്പ് നിറഞ്ഞതായിപ്പോയി, എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, എന്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എന്റെ ജീവിതത്തിൽ സന്തോഷമില്ല. അവൾ നിരാശതയാണ്, അവൾ ദുഃഖിതയാണ്, അവൾ വളരെ പ്രയാസത്തോടുകൂടി ഈ പ്രകാരം പറയുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മരുമകളായ രൂത്തിലൂടെ നവോമിക്ക് നല്ല കാലം വരുന്നത് നമ്മൾക്കറിയാം. മാറയുടെ അനുഭവത്തെ മധുരമാക്കി തീർക്കുകയാണ്. രൂത്തിന്റെ ജീവിതത്തിലൂടെ നവോമിയുടെ ജീവിതവും ധന്യമായി തീരുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോ, പ്രയാസം വരുമ്പോ നമുക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ കഴിയും. കൊറോണയുടെ അതിപ്രസരമുണ്ടായപ്പോൾ, എന്റെയൊക്കെ നാട്ടില് അതിന്റെ അതിപ്രസരമുണ്ടായപ്പോൾ ഇടവകയിലെ ചില ആളുകളൊക്കെ പറഞ്ഞു, അച്ഛാ ഇനി പള്ളി തുറക്കില്ല, ഇനി ആളുകളുടെയൊക്കെ വിശ്വാസം പോയി, എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് യുവാക്കളുടെ ഇടയിലൊക്കെ സംശയമാണ്, ഇതൊക്കെ ചിലരുടെയൊക്കെ ജീവനോപാധിയാണ് എന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇതിനു മുമ്പ് വസൂരി രോഗം വന്നപ്പോൾ ജനം ദൈവത്തിൽ നിന്ന് അകലുകയല്ല, ദൈവത്തിലേക്ക് അടുക്കുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി, പരിമല, അതുപോലെ തന്നെ തുമ്പൻ ദേശത്തൊക്കെ വസൂരി വന്നപ്പോൾ അവിടെയൊക്കെ കടന്നു ചെന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തന്റെ ഗുരുവിന് വസൂരി രോഗം വന്നപ്പോ യാതൊരു മടിയും കൂടാതെ പരിമല തിരുമേനി തന്റെ ഗുരുവിനെ ശുശ്രൂഷിച്ചു. പരിമല തിരുമേനിക്ക് വസൂരി രോഗം വന്നപ്പോൾ അതിനെ അതിജീവിക്കുവാൻ, കനകകല്ലൂരി എന്ന ഏറ്റവും കൂടിയ വസൂരി വന്നിട്ടും അതിനെ അതിജീവിക്കുവാൻ പരിമല തിരുമേനിക്ക് സാധിച്ചു. അതിന് കാരണം പരിമല തിരുമേനി ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരുന്നു, ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവം എന്നെ കരുതുമെന്ന് വിശ്വസിക്കുന്നവനായിരുന്നു. മോശ വിക്കനായ മോശയെ വിട്ടു. മോശ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചതുകൊണ്ട് ചെങ്കടൽ പിളർന്ന് ആ ജനത്തെ കനാൻ നാട്ടിലേക്ക് എത്തിച്ചു. അതിന്റെ ഇടയിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പാറയെ പിളർന്ന് ജലം കൊടുത്തു, മാറായിലെ അനുഭവത്തെ മധുരമാക്കി തീർത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചിലരെങ്കിലുമൊക്കെ ഇന്ന് മാറായുടെ അനുഭവത്തിലാണ്. ബിസിനസ് തകർന്നിട്ടുള്ളവർ മാറായുടെ അനുഭവത്തിലാണ്. കുടുംബജീവിതം തകർന്നിട്ടുള്ളവർ മാറായുടെ അനുഭവത്തിലാണ്. കൈപ്പുനീരിന്റെ അനുഭവത്തിലാണ്. രോഗങ്ങൾ കൊണ്ട് വളരെ നാളായി കഷ്ടപ്പെടുന്നവർ മാറായുടെ അനുഭവത്തിലാണ്. ഒരു വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ പോയവർ മാറായുടെ അനുഭവത്തിലാണ്. കുടുംബജീവിതത്തിൽ നിന്നും ഭാര്യയോ ഭർത്താവോ മറ്റൊരാളുടെ കൂടെ പോയിട്ടുള്ളവരും മാറായുടെ അനുഭവത്തിലാണ്. മക്കളെ ലഭിക്കാത്തവരും മാറായുടെ അനുഭവത്തിലാണ്. മക്കളെ ലഭിച്ചിട്ടും അവരുടെ യാത്ര തെറ്റായ വഴിയിലൂടെ ആയതുകൊണ്ട് ദുഃഖിക്കുന്ന മാതാപിതാക്കൾ മാറായുടെ അനുഭവത്തിലാണ്. വലിയ ബിസിനസ്സുകൾ സ്ഥാപിച്ചിട്ടും ആ ബിസിനസ് കാര്യങ്ങളെല്ലാം തകർന്നു പോയവർ മാറായുടെ അനുഭവത്തിലാണ്. ഇങ്ങനെ ധാരാളമായി മാറായുടെ അനുഭവത്തിൽ നിൽക്കുന്ന ഏവരുമേ, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുന്നുവെങ്കിൽ, നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ജീവവൃക്ഷത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ, ആ ജീവവൃക്ഷം നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ യേശു ക്രിസ്തുവാണ്. കാൽവറിയിൽ നിങ്ങൾക്കായി കുന്തത്താൽ കുത്തേറ്റ യേശു ക്രിസ്തുവാണ്. കാൽവറിയിൽ നിങ്ങൾക്കായി ചാട്ടവാറടിയേറ്റ യേശു ക്രിസ്തുവാണ്. കാൽവറിയിൽ കാലുകളിലും കൈകളിലും ആണിപ്പാടുകളേറ്റ യേശു ക്രിസ്തുവാണ്. ആ മുറിവേറ്റ ജീവവൃക്ഷത്തെ
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ചോദിച്ച കുരുടനോട് കരുണ തോന്നി അവന്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുത്തവനായ യേശു തമ്പുരാൻ, എന്നോട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണമേ എന്ന് ചോദിച്ച കുഷ്ഠരോഗിയോട് എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞ യേശു തമ്പുരാൻ നിങ്ങളെയും സൗഖ്യമാക്കുവാൻ, നിങ്ങളെയും അനുഗ്രഹിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മധുരമാക്കി മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട. പ്രശസ്ത ചിന്തകനായ റോൾഫ് ഇപ്രകാരം പറയുന്നു: When it is dark enough, men see stars. എത്രമാത്രം ഇരുട്ടുകൂടുന്നു അത്രയും ഭംഗിയായി, അത്രയും ശോഭയുള്ളതായി നക്ഷത്രങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ രോഗങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. സുഖസൗകര്യങ്ങൾ ദൈവത്തെ കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. പകലിൽ നക്ഷത്രങ്ങളെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല. രാത്രിയിലാണ് നക്ഷത്രത്തിന്റെ ശോഭ മനോഹാരിത കാണുവാൻ സാധിക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലൂടെ കുറവുകളും കുറ്റങ്ങളും വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. അത് നമ്മുടെ മനോഭാവമാണ് പ്രിയമുള്ളവരെ. പിശാച് തട്ടിക്കൊണ്ടു പോകാതെ ദൈവത്തിലേക്ക് ചേർന്നിരിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു ആശുപത്രിയുടെ വാർഡിൽ ജനലിന്റെ സൈഡിൽ കിടന്ന ഒരു മനുഷ്യൻ അതിന്റെ തൊട്ടടുത്ത് കിടന്ന കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനോട് ഇപ്രകാരം പറയും. അവര് വന്നിട്ട് ഒരാഴ്ച. അപ്പോ ജനലിന്റെ സൈഡിൽ കിടക്കുന്ന രോഗിയായ മനുഷ്യൻ തൊട്ടുപുറ കിടക്കുന്ന മനുഷ്യനോട് പറയുകയാണ്, ഈ ജനലിലൂടെ നോക്കുമ്പോൾ എത്ര മനോഹരമായ വൃക്ഷങ്ങൾ കാണുവാൻ സാധിക്കുന്നു, എത്ര മനോഹരമായ നക്ഷത്രങ്ങളെ കാണുവാൻ സാധിക്കുന്നു, എത്ര മനോഹരമായി കുന്നുകളും അതുപോലുള്ള സ്ഥലങ്ങളും ഒക്കെ കാണുവാൻ സാധിക്കുന്നു. നല്ല നല്ല അനുഭവങ്ങൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കാണുവാൻ സാധിക്കുന്നു എന്ന് ഈ മനുഷ്യൻ പറയുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ മരിച്ചു. ജനലിന്റെ സൈഡിൽ കിടന്ന മനുഷ്യൻ മരിച്ചു. അദ്ദേഹത്തെ ആ വീട്ടിൽ നിന്ന് നീക്കി കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് വീട്ടിൽ കിടന്ന രോഗി അവിടെ വന്ന നേഴ്സിനോട് പറഞ്ഞു, എന്നെ ആ ജനലിന്റെ സൈഡിലേക്ക് കിടന്നു. അപ്പോ നേഴ്സ് ആ രോഗിയെ ആ ബെഡിലേക്ക് മാറ്റി. അവസാനം അദ്ദേഹം ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കുക. അദ്ദേഹത്തിന് പുറത്തേക്ക് നോക്കിയിട്ട് മരങ്ങൾ പൂത്തു നിൽക്കുന്ന മരങ്ങൾ കാണുവാൻ സാധിച്ചില്ല, പാട്ടുപാടുന്ന കിളികളെ കാണുവാൻ സാധിച്ചില്ല, തെളിവിലുള്ള നക്ഷത്രങ്ങളെ കാണുവാൻ സാധിച്ചില്ല. അപ്പൊ അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പിന്നെയും ശുശ്രൂഷിക്കുവാനോ വന്ന നേഴ്സിനോട് ചോദിച്ചു, ഇന്നലെ ഇവിടെ കടന്ന രോഗി പറഞ്ഞല്ലോ, ഈ ജനലിലൂടെ നോക്കിയാൽ മനോഹരമായ വൃക്ഷങ്ങൾ കാണാം, മനോഹരമായ പാട്ടുപാടുന്ന കിളികളെ കാണാം, രാത്രിയിൽ നല്ല നക്ഷത്രങ്ങളെ കാണാം, ശോഭയുള്ള നക്ഷത്രങ്ങളെ കാണാം, മനോഹരമായ കാര്യങ്ങളാണ് പുറത്തേക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കുക. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഇതൊന്നും കാണുന്നില്ല, അതിന്റെ അപ്പുറം കുറച്ച് കെട്ടിടം മാത്രം. അപ്പൊ ആ നേഴ്സ് പറഞ്ഞു, ഇന്നലെ അവിടെ കിടന്ന രോഗി കണ്ണ് കാണാത്ത രോഗിയായിരുന്നു. കൺപോളകളൊക്കെ ചലിക്കുമെങ്കിലും അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. പ്രിയമുള്ളവരെ നോക്കുക, കണ്ണ് കാണുവാൻ സാധിക്കാത്ത മനുഷ്യൻ മനോഹരമായ പ്രകൃതിയെ ദർശിക്കുന്നു, പൂത്തു നിൽക്കുന്ന വൃക്ഷത്തെ കാണുന്നു, പാട്ടുപാടുന്ന കിളികളെ കാണുന്നു, ശോഭയുള്ള നക്ഷത്രങ്ങളെ കാണുന്നു. പക്ഷെ കണ്ണ് കാണുന്ന മനുഷ്യൻ നോക്കിയപ്പോ അവിടെ ഇതൊന്നുമില്ല. നമ്മുടെ മനസ്സിന്റെ മനോഭാവമാണ്. ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിച്ചാൽ മരുഭൂമിയിലും പാറയെ പിളർന്ന് നമ്മൾക്ക് ജലം ലഭിക്കും. മരുഭൂമിയിലും കൈപ്പുള്ള ഉറവകളെ മധുരമുള്ള ഉറവകളാക്കി ദൈവം തമ്പുരാൻ മാറ്റിത്തരും. പന്നിയൂർക്കാവിന്റെ അനുഭവത്തിലേക്ക് കടന്നുപോയ പരിമളത്തിനുമേനി ദൈവവിശ്വാസിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ പന്നിയൂർ സ്ഥലത്തെ ആ പഴയ പരിമലയെ പരിമളം വീശുന്ന പരിമലയാക്കി മാറ്റുവാൻ സാധിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ മാറ്റം സുനിശ്ചിതമാണ്. പ്രിയമുള്ളവരെ, മുറിവേറ്റവനായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഈ മാറായുടെ അനുഭവം എല്ലാം മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. ശുദ്ധവെള്ളവന്നായുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു. യേശുവരാൻ പറയുന്നു, എന്തു തിന്നും, എന്തു കുടിക്കും, എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും
എന്തുകൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ. ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ. നോക്കുക, ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല. അവയേക്കാൾ വിശേഷതയുള്ളവരാണ്. വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം മക്കളെ എങ്ങനെ പഠിപ്പിക്കുമെന്നറിയില്ല. ഓലക്കുടലിലാണ് താമസം. അവരുടെ പിതാവ് മരിച്ചു, അമ്മ മാത്രമേ ഉള്ളൂ. 2 കുഞ്ഞുങ്ങൾ, 2 പെൺകുട്ടികളാണ്. അവർ വളരെ പ്രയാസപ്പെട്ട് കൂലിവേല ചെയ്ത് മക്കളെ പഠിപ്പിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞു മക്കൾ, നല്ല മാർക്കുണ്ട്. പക്ഷെ തുടർന്ന് അങ്ങോട്ടേക്ക് പഠിപ്പിക്കുവാനായിട്ട് അവർക്ക് പണമില്ല. പക്ഷെ അവർ പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ കാര്യങ്ങൾ ആ പള്ളിയിലെ വികാരിക്കുന്നു. അദ്ദേഹം അത് ആ ഇടവകയിലെയും അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകളോടും എങ്ങനെ ഒരു ഫാമിലിയെ കുറിച്ചുള്ള കാര്യം പറയും. ആ കാര്യം പറഞ്ഞപ്പോൾ നല്ലവരായ ആളുകൾ അവരെ സഹായിച്ചു. ധാരാളമായ പണം പലരും അയച്ചു കൊടുത്ത ആ കുട്ടികളെ നല്ല കോളേജുകളിൽ അയച്ച് പഠിപ്പിക്കുവാനായിട്ട് സഹായിച്ചു. അവർ പഠിച്ചു നല്ല ഡോക്ടറായി വലിയ ഉന്നതിയിലേക്ക്. ദൈവം അവരെ കാണിക്കുകയാണ്. ദൈവം മറ്റുള്ളവരിലൂടെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവരുടെ പിതാക്കന്മാർ അവരുടെ കുടുംബക്കാർ ആരും കുറെ സ്വത്ത് സമ്പാദിച്ച് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് ദൈവം എങ്ങനെയാണ് ഇസ്രായേലിൽ ഫറവോന്റെ അടുപ്പത്തിൽ കിടന്ന ജനത്തെ മോശയിലൂടെ അസറിലൂടെയും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് എന്നതുപോലെ മനുഷ്യരൂപത്തിൽ മനുഷ്യരെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യരിലൂടെ തന്നെ പ്രവർത്തിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് യാചിക്കണം. 2 വർഷം മുമ്പ് പുത്തുമല എന്ന് പറയുന്ന വയനാടിന്റെ വൈത്തിരി ഭാഗത്തുള്ള വലിയൊരു മലയിൽ ഉരുൾപൊട്ടലുണ്ട്. അന്ന് അവിടെ ഉരുൾപൊട്ടലില് പഠിക്കുവാൻ പോയെന്നവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീടുകളില്ല. വിവാഹ ആവശ്യങ്ങൾക്കായി സാധനങ്ങൾ വാങ്ങുവാൻ പോയവർ തിരിച്ചു വന്നപ്പോൾ അവരുടെ വീടുകളില്ല. അതിലൊരു കുഞ്ഞ് വിവാഹം നിശ്ചയിച്ചു വെച്ചവർ അവളുടെ മറ്റുള്ള ആളുകളെയൊക്കെ വിളിക്കുവാനൊക്കെ ആയിട്ട് ബന്ധുവീടുകളിൽ അവളുടെ അമ്മയോടൊപ്പം അവൾ പോയി. പിതാവും മറ്റുള്ളവരും അവിടെയുണ്ട്. അവര് തിരിച്ചു വന്ന് അപ്പോൾ അവരുടെ വീടിരിക്കുന്നത് വീടുമില്ല, ഒന്നുമില്ല. എന്തു ചെയ്യും? അവരെ പിന്നീട് ക്യാമ്പിലേക്ക് മാറ്റി. ക്യാമ്പിലെത്തപ്പെട്ട് കഴിഞ്ഞ് അവിടെയുള്ള ആളുകൾ പരിചയപ്പെട്ടു. കാരണം അവരുടെ കുടുംബം ഇനി വിവാഹം നടക്കുകയില്ല. കാരണം വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ചു വെച്ച പണമെല്ലാം പോയി, സ്വർണ്ണാഭരണങ്ങളെല്ലാം പോയി. പക്ഷേ അവരുടെ കാര്യമറിഞ്ഞ ആളുകൾ ഉടനെ തന്നെ സന്നദ്ധ പ്രവർത്തകർ അവിടെ നിന്ന് പ്രവർത്തിച്ചു. അവർക്ക് 20 പവനോളം പവൻ എത്തിച്ചു കൊടുത്തു. അവർക്ക് നല്ല സാരി ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തു. അവരുടെ വിവാഹ ചെലവുകളൊക്കെ ചിലരേറ്റെടുത്തു. വളരെ ഭംഗിയായ വിവാഹം നടത്തി എന്നുള്ളതാണ്. ജീവിതത്തിൽ ചില അനർത്ഥങ്ങളുണ്ട്. അവർ സ്വരൂപിച്ചു വെച്ചത് 10 പവനായിരുന്നു. പക്ഷേ അവരുടെ വീട് സ്ഥലവും നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയത് 20 പവൻ. അവരുടെ വിവാഹ കാര്യങ്ങൾ അവർക്ക് നടത്തണമെങ്കിൽ ചുരുങ്ങിയ ചെലവില്ല. കാരണം കൊച്ചു വീട്ടുകാർ തേയിലെന്നുള്ളിൽ ജീവിക്കുന്നു. അവർക്ക് വലിയ പണമുണ്ട്. അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഏറിപ്പോയാൽ അവർക്ക് 50,000 രൂപയ്ക്ക് നടത്താൻ പറ്റും. പക്ഷെ അത് സമ്പന്നതമായി ഒരു 1,00,000 രൂപയിൽ അല്ലെങ്കിൽ മുടക്കി നല്ല രീതിയിൽ നടത്തി. അപ്പോൾ ജീവിതത്തിലെ ചില അനർത്ഥങ്ങൾ വരുമ്പോൾ അത് നന്മയ്ക്കാണ്. അതുവരെ ഓലക്കുടലിൽ താമസിച്ച വീട് പോയി. അവിടെ പലരും കടന്നു വന്ന് അവർക്ക് നല്ല വാർത്ത വീടുകൾ വെച്ചു. അപ്പൊ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുന്നത്, ചില നഷ്ടങ്ങൾ വരുന്നത് തുടർന്നുള്ള നല്ല അനുഭവത്തിലാണെന്ന് തിരിച്ചറിയുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും. അവനെ നോക്കുമ്പോൾ, അന്ധകാര സമയത്ത് നോക്കുമ്പോൾ തെളിച്ചുള്ള നക്ഷത്രങ്ങളെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ മാറായ അനുഭവത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ജീവിതാനുഭവത്തിൽ ഇങ്ങനെ വരുമ്പോൾ നിരാശപ്പെടുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വരുമ്പോൾ തളർന്നു പോവുകയില്ല. ദൈവത്തെ മുറുകെ പിടിച്ച ദൈവം നമ്മളെ കാത്തുകൊള്ളുമെന്നതിന് യാതൊരു സംശയമില്ല. പാട്ടുകാരൻ ഇപ്രകാരം പാടിയിരിക്കുന്നു. നമ്മൾക്ക് ആ പാട്ട് ഒന്ന് ചേർന്ന് പാടാം. എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ
എന്റെ ദൈവം മഹത്വത്തിലാത്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്റെ ദൈവം മഹത്വത്തിലാഗ്രവാനായി ജീവിക്കുമ്പോൾ സാധു ഞാനീ ക്ഷോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. പ്രിയമുള്ളവരെ, പലർക്കും ജോലി പോയി, കമ്പനികൾ നഷ്ടത്തിലാണ്, പ്രയാസങ്ങളാണ്, കടഭാരത്തിലാണ്. പക്ഷെ സർവസമ്പന്നനായ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നതുകൊണ്ട് എന്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധുവായ ഞാൻ, ഒന്നിനും കൊള്ളാത്തവനായ ഞാൻ, ബലഹീനനായ ഞാൻ ഈ ക്ഷോണിയിൽ, ഈ ധരണിയിൽ, ഈ ഭൂമിയിൽ എന്തിനാണ് ദുഃഖിക്കുന്നത്? അവൻ നമ്മളെ കരുതിക്കൊള്ളും. കാക്കുകളെ വിചാരിപ്പിൻ, അവൻ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല. വയലിലെ താമരയെ നോക്കുവിനോ നിൽക്കുന്നില്ല. അവ വിശേഷത്തിൽ വസ്ത്രം അണിയുന്നില്ല. എങ്കിലും അവയെ ഏറ്റവും വിശേഷതയുള്ളവനായി സൃഷ്ടിച്ച് പോറ്റി പുലർത്തുന്നവനായ ദൈവം തന്റെ മക്കളായ നമ്മളെ കാത്തുകൊള്ളുമെന്നുള്ള ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസമായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പരിമല തിരുമേനിയെ പരിശുദ്ധ പെരുന്നാളിൽ, പരിശുദ്ധന്റെ പെരുന്നാളിൽ മാതൃകയാക്കി, മോഡലാക്കി എടുക്കാം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പ്രത്യേകത ഒന്ന്, പ്രാർത്ഥനാ ജീവിതമായിരുന്നു. രണ്ട്, ഉറച്ച ദൈവവിശ്വാസിയായിരുന്നു. എന്റെ ദൈവം കരുതിക്കൊള്ളുമെന്ന് വിശ്വസിച്ചവരായിരുന്നു. മൂന്ന്, നാളെയെക്കുറിച്ച് വിചാരപ്പെടാത്ത പരിശുദ്ധനായ പരിമല തിരുമേനി കേവലം 30 പൈസ മാത്രം ആ സെമിനാരിയിൽ നീക്കിയിരിക്കുള്ളപ്പോൾ ധാരാളം പേർ അവിടെ ശിഷ്യന്മാരായി താമസിക്കുന്ന പരിമലയിൽ നാളേക്ക് ഭക്ഷണത്തിന് എന്ത് ചെയ്യുമെന്ന് പാചകക്കാരൻ ചോദിച്ചപ്പോൾ എന്തിന് ഭയപ്പെടണം, ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞ പരിമല തിരുമേനി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ പാചകക്കാരനും അവിടെയുള്ള എല്ലാവരും കണ്ടു. അത് അവിടെ തോണിയിൽ കൊട്ട നിറച്ച പഴക്കുലകളും അരിയും സാധനങ്ങളുമായിട്ട് കടന്നു വരുന്നവരെയാണ് കണ്ടത്. ഭയപ്പെടേണ്ട എന്ന് വിശ്വസിച്ച പരിമല തിരുമേനി നമ്മളോട് പറയുന്നു, പ്രിയ മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട. ഒരു കൊറോണയും ഒരു മഹാവ്യാധിയും ഭയപ്പെടേണ്ട. ബിസിനസ് തകർന്നു എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട. ജോലി പോയി എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട. ദൈവം നിങ്ങളെ ഇതിലും നല്ല ബിസിനസ് കൊടുക്കുവാൻ, ഇതിലും നല്ല ജോലി ലഭിക്കുവാൻ, ഇതിലും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കുവാൻ തുടങ്ങും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പരിശുദ്ധനായ പരിമല തിരുമേനി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിത മാതൃക ഏറ്റെടുത്തുകൊണ്ട് നമുക്കും ആ പരിശുദ്ധിയിലേക്ക് നടന്നെടുക്കാം. ഈ ലോകത്തിന് വേണ്ടിയല്ല, നമ്മൾ ദൈവത്തിന്റെ ഉപകരണമാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നോക്കുക. നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയുള്ള, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാവുന്ന കൊച്ചു കഥകളോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സ്വർഗത്തിലും നരകത്തിലും കൈകൾ മടക്കുവാൻ കഴിവില്ലാത്തവർ. സ്വർഗത്തിലെ ദൂതന്മാർക്ക് കൈ മടക്കുവാൻ കഴിയില്ല. നരകത്തിലെ പിശാചുകൾക്ക് കൈ മടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും വിശപ്പുണ്ട്. പക്ഷെ നരകത്തിൽ വിശപ്പ് അകറ്റുവാൻ പറ്റാതെ പരസ്പരം കടിപ്പിടി കൂടി പിശാചുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പാത്രത്തിൽ നിന്ന് സ്വന്തം വായിലേക്ക് വെക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ദേഷ്യവും നിരാശയും ആവശ്യമാണ്. എന്നാൽ സ്വർഗത്തിലാകട്ടെ കൈമടക്കുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഒരു ദൂതൻ മറ്റൊരു ദൂതന്റെ വായിലേക്ക് ആഹാരം വാരി കൊടുക്കുന്നു. അങ്ങനെ തിരിച്ചും ചെയ്തു. അവർ വയറിനെ സന്തോഷിച്ച് ജീവിക്കുകയാണ്. നരകത്തിലാകട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം അവർ ചെയ്യുന്നില്ല. നോക്കുക, കുടുംബ ജീവിതത്തിൽ ഭാര്യ വാരി ഭർത്താവിന് കൊടുക്കുന്നു, ഭർത്താവ് വാരി ഭാര്യയ്ക്ക് കൊടുക്കുന്നു, മക്കൾ വാരി മാതാപിതാക്കൾ കൊടുക്കുന്നു, മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്നു, സഹോദരങ്ങൾ കൊടുക്കുന്നു. കുടുംബം ഇവിടെ സ്വർഗമയമായി ജീവിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം സഹായിക്കുന്നവരെ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നോട്ട് ഫോർ അവർ സെൽഫ് ബട്ട് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നാം ജീവിക്കേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എനിക്ക് കിട്ടണം, എനിക്ക് വേണം എന്നുള്ളതെന്ന് മറിച്ച്
ഞാൻ മറ്റുള്ളവർക്കായി ജീവിക്കും, ഞാൻ എൻ്റെ ദൈവത്തിനായി ജീവിക്കുമെന്ന് പറയുവാൻ കഴിയണം. നമ്മൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പരിശുദ്ധനായ തിരുമേനി ജീവിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ആ പരിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ, ഉറച്ച വിശ്വാസമുള്ളവരായി മാറയും മധ്യമാക്കി കേൾക്കുവാൻ ശക്തനായ ദൈവം നമ്മുടെ അടുത്തുണ്ട്. അവനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, എന്നെ കേട്ടായവരെ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചത് ഇതും ആനന്ദമാണ്. മാറിയെ മധുരമാക്കുവാനുള്ള ഒരു അനുഭവമാണ്. ബത്തേരിയുടെ മണ്ണിൽ ജീവിക്കുന്ന, വയനാടിന്റെ മണ്ണിൽ ജീവിക്കുന്ന എനിക്ക് ഷാർജയിലിരിക്കുന്ന നിങ്ങളോട് സംസാരിക്കുവാൻ അവസരം ഒരുക്കി തന്നത് നിങ്ങളുടെ നല്ലവനായ എൻ്റെ സുഹൃത്തു കൂടിയായ ജോജി അച്ഛനാണ്. ജോജി അച്ഛനെ വളരെയധികം സ്നേഹപൂർവ്വം ആദരവോടെയും കരുതുന്നവരാണ് ഞാൻ. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷാർജയിലെ നല്ല വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ